ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇപ്രാവശ്യം കിട്ടിയത് പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് അരി ലോഡ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ബന്ധാര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് കയറ്റാനുള്ളത്. ഏകദേശം ഒരു 50-55 കിലോമീറ്റർ മില്ലിലേക്ക് പോകണം ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എന്തൊക്കെയുള്ളത് നിങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യാത്തവരുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ ബന്ധാര റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല തണുപ്പുണ്ട്. ഒരു ചായ കുടിച്ച് കാണ്ട് പോകാതിരിക്കേണ്ട സൈഡാക്കിയത്. ചില ദിവസങ്ങൾ നല്ല തണുപ്പാണ്, നല്ലൊന്നും വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ നല്ല തണുപ്പുണ്ട് രാവിലെ. അപ്പോൾ അരിലോട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിഡ്ജിമേ കയറ്റിയതാണ്. തൂക്കണം, തൂക്കിയിട്ട് വേണം ഗോഡൗണിൽ പോയി കയറ്റാൻ. ഗോഡൗണ് കുറച്ചും കൂടി അപ്പുറം പോകണം. ഇവിടെയാണ് നമ്മൾ ബ്രിഡ്ജ് വരുന്നത്. ഗുരുദേവ് എന്നാണ് നമ്മളെ മില്ലിൻ്റെ പേര് തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗോഡൗണ്, അരി കയറ്റാനുള്ള ഗുരുദേവ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗോഡൗൺ കേട്ടോ. ഇവിടെ സോളാർ കണ്ടമാനുണ്ട്. സോളാർ ഫിറ്റിങ്സ്, സോളാറിലാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ഒക്കെ സോളാറാണ്. അപ്പോൾ ഗോഡൗണിൻ്റെ ആ തലക്കെത്തണം അല്ലേ? ആകാം അപ്പോൾ ഇങ്ങനെ നിറച്ച് സോളാർ അല്ലേ? ആകെ സോളാർ തന്നെ കറണ്ട്, ഇതിനുള്ള കറണ്ടൊക്കെ. അപ്പോൾ ഇതാണ് ഗോഡൗണ്. എന്തോ ഒരു വിശാലമായി കിടക്കുന്നുണ്ട്. ഗോഡൗണിന് പേരുള്ള സാധനമൊന്നുമില്ല കേട്ടോ. നമ്മളെ വണ്ടി ലോഡ് കയറൽ തുടങ്ങിയിട്ടുണ്ട്. ഫിർദൗസ് എന്നാണ് അരിൻ്റെ പേര്. ബിരിയാണി അരി തന്നെയാണ്. 40 കിലോൻ്റെ ചാക്കാണ്. ഫിർദൗസ് അൽ ഫിർദൗസ്. അപ്പോൾ ലോഡ് ചെയ്യട്ടെ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മെഷീനറികൾ. നെല്ല് കുത്തി അരിയാക്കുന്ന മെഷീനറിയാണ് കേട്ടോ. എന്തോരം ഉയരാണ്. ഈ കൂട്ടിൽ വന്നിങ്ങനെ ചാടും. ഇവിടെ നിന്ന് ഇങ്ങനെ ചാക്ക് നിറക്കും. അപ്പോൾ ഈ ചാക്ക് നിറച്ച് വെച്ചാണ്. ഇതാണ് നമ്മളെ ലോഡ്. ഇത് ഫിർദൗസ് സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ജോക്കറാണ് കേട്ടോ, ബിരിയാണീൻ്റെ വേറൊരു ഐറ്റംസ്. ജോക്കർ, ബാലാജി ജോക്കർ എന്ന് പറയും. നമുക്കിതാണ് ലോഡാക്കാനുള്ളത് ഫിർദൗസ്. നമ്മളെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം പകുതിയായിട്ടോ. 1 2 3 4 5 പകുതി അയക്കണം. ഏകദേശം 12 അട്ടിയാണ് നമുക്ക് വരുന്നത് വണ്ടിയിൽ. 40 ചാക്കായതുകൊണ്ട് 12 അട്ടി വരും. മറ്റേത് 10 അട്ടി വരുള്ളൂ. 50 കിലോൻ്റെ ചാക്കാണ്. 40 കിലോൻ്റെ ചാക്കായതുകൊണ്ട് 12 അട്ടി വെച്ചു. 625 ചാക്കാണ് നമുക്ക്. 25 ടണ്ണാണ് നമുക്ക് കയറ്റാൻ പറ്റുക. അപ്പോൾ 625 ചാക്കാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ലോഡിങ്ങേറെ പണി കഴിഞ്ഞു. ഇനി ഞങ്ങളെ പണി. അപ്പോൾ ലോഡിങ് കഴിഞ്ഞേക്കണം. ഇനി പായിടണം. ഇനി നമ്മളെ പണിയാണ് പായിടല്, കെട്ടിലൊക്കെ. ഇതാണ് നമ്മളെ ഫിർദൗസ്. ഫിർദൗസ് പായിടാ. അപ്പോൾ നമ്മൾ പായിടൽ, കയറ് പരിപാടിയൊക്കെ തീർന്നു. ഇനി പോയി തൂക്കണം. തൂക്കി കഴിഞ്ഞാൽ നമുക്ക് ബില്ല് കിട്ടുള്ളൂ. ബ്രിഡ്ജിലാണ് നമ്മളെ ബില്ല് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവിടെ പോയി വാങ്ങണത്. അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ബ്രിഡ്ജിലേക്ക് പോട്ടെ. അങ്ങനെ ഞങ്ങൾ ലോഡൊക്കെ കയറ്റി പോന്നു. ബില്ല് കിട്ടാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, ബില്ല് കിട്ടി.
ഇവിടുത്തെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് തരുന്നതിനുമാണ് ഒരു 100 രൂപ കൊടുക്കുക. ഒരു ലോഡ് പോകുമ്പോൾ അതിൻ്റെ ഒരു ബില്ല് അതിൽ കൂടുതൽ ഉള്ളതാണല്ലോ. പക്ഷെ അത് തരാനും വേണം ഒരു 100. അപ്പം അങ്ങനെയൊക്കെയാണ് ലോറിക്കാരുടെ ജീവിതം. അപ്പം ഏതായാലും ബില്ലൊക്കെ കിട്ടി പോന്നു. ഇപ്പം ബന്ധാര ബൈപ്പാസ്സാണിത്. ബന്ധാരക്ക് ചുറ്റി പോകണ ബൈപ്പാസ്. ബന്ധാര ടൗൺ ടച്ച് ചെയ്യാതെ പോകണ്ട്. പിന്നെ നേരെ നാഗ്പൂർ, ഒരു 50 കിലോമീറ്റർ നാഗ്പൂർക്ക് വരും ഇവിടുന്ന്. പിന്നെ അവിടുന്ന് നാട്ടിക്ക്. അപ്പം നമ്മൾ നാഗ്പൂർ ബൈപ്പാസിലാണ്. നാഗ്പൂർ ബൈപ്പാസിൽ കരിമ്പ് കയറ്റി വന്ന ട്രാക്ടർ മറിഞ്ഞതാണ് ഇപ്പോൾ കണ്ടത്. ഓവർ ലോഡാണൊക്കെ ഇല്ലേ, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിച്ചെന്നെ മാതിരിയാണ്. അപ്പോൾ നാഗ്പൂരിൻ്റെ ലാസ്റ്റത്തെ ടോളാണ്. അതിനോട് നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. നല്ല വൃത്തിയുള്ള ഒരു ഷോപ്പ് കണ്ടപ്പോൾ. ചായ കുടിച്ചില്ലേ? പിന്നെ ഇപ്പം എന്താ, അത് പെപ്സി ഉണ്ടോ? എന്നാലും പെപ്സി മതി, ചായ വേണ്ടില്ലേനു. ആ ശരി, എന്നാ പോവല്ലേ. ലേശം ആർട്ട് ബ്ലൂ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഓരോരോ സെറ്റപ്പാണ് ഇപ്പോൾ. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്ററാണ്. ഇതാണ് എൻ്റെ മീറ്റർ. ആ എടുത്ത്. അപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തെലുങ്കാനയിൽ പെബ്ബേർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഏരിയയാണ്. ഒരു ധാബൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കനാലുണ്ട്. അപ്പോൾ തിരുമ്പാൻ കുളിക്കാനൊക്കെ ആയിട്ട് വണ്ടിക്കാർ നിർത്തേണ്ടതാണ്. ഇതൊക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. ഇത് ആ ഭാഗത്ത് ഒക്കെ കുളിക്കാൻ നിർത്തിയതാണ്. നമ്മളിവിടെ കൊണ്ട് സൈഡാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തിരുമ്പി കുളിക്കണം. നല്ല തണുത്ത വെള്ളമായിരിക്കും. ഇപ്പോൾ തണുപ്പുള്ള സമയമായതുകൊണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് വണ്ടികൾ കുറവാണ്. ഇവിടെ ഇങ്ങനെ പോയിട്ടാണ് നമ്മളെ കനാൽ. അപ്പോൾ ഇതാണ് നമ്മളെ കനാൽ. ഇന്ന് നല്ല വെള്ളമുണ്ട്. നാഗ്പൂർക്ക് പോയപ്പോൾ വെള്ളം വളരെ കുറവാണ്. ഇടയ്ക്ക് വെള്ളം തുറന്നു വിടും, കനാലായതുകൊണ്ട്. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല ആഴുണ്ട് കേട്ടോ. നല്ല ഒഴുക്കുമുണ്ട്. ആ സൈഡിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുളിക്കട്ടെ. ആന്ധ്രാപ്രദേശിൽ കർണൂലിലാണുള്ളത്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇതാ ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടെ അങ്ങനെ പോകുമ്പോൾ കാണലുണ്ട്. നമുക്ക് ഇറങ്ങാനൊരു സമയം കിട്ടലില്ല. ഒന്നുകിൽ അർജൻറ്റ് ലോഡ്, അല്ലെങ്കിൽ രാത്രി, അങ്ങനെയൊക്കെയാണ് വരൽ ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇപ്പം ഇന്ന് സമയം കിട്ടിയപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അതാണ് ഇതിൻ്റെയൊക്കെ മുന്നിലുള്ള ബോർഡുകൾ കാര്യങ്ങളൊക്കെയാണ്. ടേക്ക് ഓഫ് പണികൾ നടന്നുകൊണ്ടിരിക്കണം, മുഴുവൻ ആയിട്ടില്ല കേട്ടോ. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് പ്രത്യേകത. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൈറ്റ്, ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിലാണ് റെസ്റ്റോറൻറ്റ്. ഫുൾ AC ആണ്. കർണൂൽ ഫസ്റ്റ് എയർ ബസ് റെസ്റ്റോറൻറ്റ്, അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥകൾ. അങ്ങനെ കൊടുന്ന് സെറ്റ് ചെയ്താണ് വിമാനം. അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റാണ്, ഫുൾ AC ആണ്. സെറ്റപ്പ് ആക്കണം. പണിഞ്ഞ് കുറേ ബാക്കിയുണ്ട്. AC-ൽ ഇങ്ങനെ ഇരിക്കാം, വിമാനത്തിലിരിക്കണ ഫീലിൽ ഇരുന്ന് കാണ്ട് ഭക്ഷണം കഴിക്കാട്ടോ.
നല്ല അടിപൊളി ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമ്മൾ ഞാൻ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഇവിടെ വണ്ടി അവിടെ നമ്മൾ സൈഡാക്കി നിർത്തിക്കണേ. എന്നിട്ട് ഇങ്ങനെ വന്നു നോക്കിയതാണ്. ഇതവിടുന്ന് കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു യത്തീംഖാനയാണ് കേട്ടോ. മുസ്ലിം പെൺകുട്ടികൾക്ക്, ആരുമില്ലാത്ത മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊടുക്കണ ഹമാര ഘർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ ഇവിടെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന കൊടുത്തിട്ട് പോകലുണ്ട്. ആരുമില്ലാത്ത മക്കളല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കർണാടകയിലെ തുംകൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. നമ്മൾ അധികം രാത്രിയാണ് ഇത് പോയി പാസ്സാകൽ. കുറച്ച് രാത്രി വൈകിയാണ് പോകൽ, ഒരു 2 മണി 3 മണി ആ സമയത്താണ് പോകൽ. അപ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. ഇന്നിപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. നല്ല തിരക്കാണ്. ഒരു തിരക്ക് പിടിച്ച ടൗണാണ്. തുംകൂര് സിറ്റി കോർപ്പറേഷനാണത്. ഒരു ഭാഗത്ത് അമ്പലം, ഈ വലത്തെ ഭാഗത്ത് അമ്പലം, ഇടത്തെ ഭാഗത്തുള്ളത് മക്ബറ. രണ്ട് സൈഡിലും ഉണ്ട്. ഇത് മക്ബറയാണ്. ഈ വലത്തെ ഭാഗത്തുള്ളത് അമ്പലമാണ്. ഒരുപാട് തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുംകൂരാണ് നമ്മളുള്ളത്. നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരുപാട് സഹായം കേരളത്തിന് വന്നൊരു സ്ഥലം കേട്ടോ. ഇവിടുന്ന് ഒരുപാട് സഹായം വന്നിരുന്നു നമ്മുടെ കേരളത്തിലേക്ക്. കർണാടകയിലെ തുംകൂർ എന്ന് പറഞ്ഞ ജില്ലയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറാറായിട്ടുണ്ട്. ഗുണ്ടൽപേട്ടയാണ്. ഗുണ്ടൽപേട്ട കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഡീസൽ അടിക്കണം ഫോറസ്റ്റിൽ കയറുന്നതിന് മുമ്പ്. അപ്പോൾ പമ്പിലാണ്. പുലർച്ചയ്ക്ക് എത്തിയതാണ് ഇവിടെ. 5:30 മണിക്ക് പമ്പ് ഓപ്പണുള്ളൂ. 6 മണിക്കാണ് നമുക്ക് ഫോറസ്റ്റ് തുറക്കുക. അപ്പോൾ പമ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ ഫോറസ്റ്റിൽ കയറും. എത്രയായി? 89.5. മഹാരാഷ്ട്ര നാഗ്പൂരിൽ നിന്ന് ഫുള്ളാക്കിയതിൻ്റെ ശേഷം നമ്മൾ പിന്നെ കർണാടക ബോർഡർ കയറിയതിന് ശേഷം ഒരു 100 ലിറ്ററും കൂടി അടിക്കും. അപ്പോഴേ നമുക്ക് ഇവിടെ എത്താൻ കഴിയുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇനി ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോഡെടുത്ത് മടക്കത്തിൽ തന്നെ അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീസലടി ഫുള്ളായിട്ടുണ്ട്. 451 308 ലിറ്റർ. വഴിയിൽ നിന്ന് 100 ലിറ്റർ ചേർത്ത് 408 410 ലിറ്റർ ഡീസൽ നാഗ്പൂരിൽ നിന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് എത്താൻ. നമുക്ക് പിന്നെ ഫോറസ്റ്റാണ്. കോടമഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഇത്ര അല്ല. വന്നപ്പോൾ നമ്മൾ ഡീസൽ അടിക്കൽ തുടങ്ങിയപ്പോൾ ഇത്ര ഇല്ല. ഇപ്പോൾ എല്ലാ കോടായി. അപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറം എടക്കരയാണുള്ളത്. എടക്കര ഭാരത് ബെൻസിൻ്റെ സർവീസ് സെൻറ്ററിലാണുള്ളത്. നമ്മളെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വന്നതാണ്. നമ്മളെ വണ്ടീൻ്റെ ലിഫ്റ്റ് വീല് വെറുതെ ഇറങ്ങിക്കയറുക, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിക്കയറുക. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാതി വന്നാണ്. ഇവിടുന്ന് നന്നാക്കിയതാണ്. മുമ്പ് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് ഞാൻ കയറുന്നതിന് മുമ്പ് നന്നാക്കിയതാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാരത് ബെൻസിൻ്റെ ഇതിൽ വന്നതാണ്. ഈ ബസ്സിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇത് പുറത്തിറക്കുകയാണ്. ഇത് ഇറക്കിയ ആ ഗ്യാപ്പിൽ നമുക്ക് വണ്ടി കയറ്റാം. അപ്പോൾ സൂപ്പർവൈസർ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ ബസ് പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഇടണം.
അപ്പം ഇനി അവർ കംപ്ലൈൻറ്റ് നോക്കട്ടെ എന്താ ഏതാന്നുള്ളത്. അപ്പോൾ വണ്ടി നിർത്തി കൊടുത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ ജുമക്ക് പോയതായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ വണ്ടി കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി കാണാണ്ട്. വണ്ടി പുറത്തിറങ്ങി കാണാണ്ട്. അപ്പോൾ എന്താ കഴിഞ്ഞിട്ടുണ്ടാവും, അന്വേഷിച്ച് നോക്കാം. വണ്ടി അവിടെ പുറത്തുണ്ട്. കാക്ക ഓഫീസിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വിളിക്കണ കേട്ടു. എന്താ എന്താ പറഞ്ഞേ? ഇതെന്താ സൗദിത്തൊക്കെ മറ്റേ റൂം ബെഡില്ലേ? അല്ല, ഞാൻ സൗദിയിൽ കിടന്നതിന് ഇങ്ങനത്തെ ബെഡിന് മുകളിലേക്ക് കൊണിച്ച് കയറിക്കാണ്ട്. കമ്പനി ഒന്നല്ല, പണിക്കാർക്ക് ഉള്ള റൂമിൽ 5-8 പണിക്കാരുണ്ടായില്ല. എന്താ പറഞ്ഞേ? ഇവിടെ ഓടിച്ചു നോക്കിയിട്ട് കംപ്ലൈന്റ് കാണുന്നില്ല. പിന്നെ ഒരു വീല് കയറുമ്പോ അതിനകത്ത് ബാലൻസ് റാഡില്ലേ, അത് വ്യത്യാസം വരുമ്പോ കൊണ്ടുപോകും. ബാലൻസ് റാഡിന്റെ പ്രശ്നം. അപ്പോൾ ബാലൻസ് അലൈൻമെന്റിന്റെ പ്രശ്നം ആയിരിക്കും എന്നാണ് ഇപ്പോൾ മെക്കാനിക്കുകൾ പറയേണ്ടത്. അവർ പർച്ചേസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞ് ഇനി നമുക്കൊന്ന് പോയി നോക്കണം എന്താണെന്നുള്ളത്, ഇനി അങ്ങനെ റണ്ണിങ്ങിലാകുന്നുണ്ടോ എന്നുള്ളത്. ബാലൻസ് റാഡിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. നമ്മളെ വണ്ടി ഇവിടെ ഷെഡിൽ നിന്ന് പുറത്തിറക്കി ഇട്ടിക്കണ്. പണി കഴിഞ്ഞാൽ പുറത്തിറക്കും. പണി എടുക്കണമെങ്കിൽ ഉള്ളിലിട്ടാലേ അവർ നോക്കുകയുള്ളൂ, ഇനി എന്ത് ചെറിയ കേസാണെങ്കിലും. അപ്പോൾ ഇവിടെ കൊടുന്ന് ഇട്ടിക്കണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്, ശരിയായിക്കണമെന്നുള്ളത്. നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഭാരത് മാർക്കറ്റിംഗ് ആണ് ഷോപ്പിൻ്റെ പേര്. നമ്മൾ പായൊക്കെ കഴിച്ചു കൊടുത്ത് നിർത്തിക്കണം. ചിലപ്പം 2 ഡെലിവറി ഉണ്ടാവും, നോക്കാം. അപ്പോൾ ചെറിയ വണ്ടിക്ക് മാറ്റി കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. എത്ര ചാക്ക് ഇറങ്ങുന്നാവാം. ഇവിടെ ഒരു TN ഗാഡി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ അൽഹിന്ദാണ് ഓല് കൊടുന്ന ഐറ്റംസിൻ്റെ പേര്. ഈ ഷോപ്പിലാണ് നമ്മളെ മുനീറും ഫാറൂഖും ടിക്ടോക്ക് താരങ്ങൾ, പഴയ ടിക്ടോക്ക് താരങ്ങൾ പണിയെടുത്തിരുന്നു. ഇവിടെ ലോഡിങ്ങേരായിരുന്നു അവർ. ഇവരെ ഇവിടുത്തെ പണീൻ്റെ ഇടയിൽ കൂടെയാണ് അവർ ടിക്ടോക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊക്കെ നിർത്തി, ഇപ്പോൾ ടിക്ടോക്ക് മാത്രമായി. ഏതായാലും ഉഷാറാവട്ടെ. അപ്പോൾ ലോഡ് ഇതുവരെ ഇറക്കൽ തുടങ്ങിയിട്ടില്ല. ആ സെയിലായ സാധനം ഓല് ചെറുവണ്ടിക്ക് മാറ്റി കയറ്റിയതല്ലാതെ. ഇപ്പോൾ സമയം 2:45 മണിയായി, ഇതുവരെ ഇറക്കൽ തുടങ്ങിയിട്ടില്ല. ആ TN വണ്ടി ഇപ്പോൾ ഇറക്കി കുറച്ചായിട്ടുണ്ട്. അത് മുഴുവനാകണം എന്നാണ് പറഞ്ഞത്. അതിൽ 1000 ചാക്കുണ്ട്. അത് കഴിഞ്ഞാലേ നമ്മളിത് ഇറക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇവർ തന്നെ സാധനം നമുക്ക് പുറത്തേക്ക് കൊടുക്കാണ്ട് ഇവർ തന്നെ വില്ല് തരണതിന്. ഇവർ വില്ല് കിട്ടിയാലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ വണ്ടി ഇറക്കി കഴിയണം. ഇനി അടുത്ത സൈറ്റിൽ പോയി ഇറക്കാനുള്ളവർക്ക് 5:30 വരെ ഇറക്കുള്ളൂ. നാളെ ഞായറാഴ്ച ആണ്. ഇതുവരെ നമ്മൾ വണ്ടി ഇറക്കൽ തുടങ്ങിയിട്ടില്ല. ഇത് തീരണം. ഇതിൽ 1000 ചാക്കാണ് തീരുള്ളത്. അപ്പോൾ TN വണ്ടി ഇറക്കി കഴിഞ്ഞ് നമ്മളെ വണ്ടി ഇറക്കൽ തുടങ്ങിയിരിക്കണം. നേരം 4:45. അപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഇറക്കി തരാമെന്ന് പറഞ്ഞിരിക്കണം. അതൊരു മര്യാദയാണ്. മറ്റേത് നമുക്ക് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നേരത്തെ കാലത്തെ വണ്ടി ഫ്രീ ആക്കി തരണമല്ലോ. അപ്പോൾ ഇറക്കുന്നുണ്ട്. പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ പോസ്റ്റായി ഇരിക്കുന്നുണ്ട്. അറിയാം. നമ്മൾ പോസ്റ്റായി ഇരിക്കുന്നുണ്ട്. നമ്മളെ പണിയല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മളെ പണി. വളരെ ക്ഷമ വേണം ഞങ്ങളെ പണിക്ക്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇത് അവസാനത്തെ ലോഡാണ്. ഈ ലോഡ് കൂടി നമ്മൾ ഇറങ്ങുകയാണ് ഇതിന്ന്. ഇനി നമ്മളെ താഴേക്കോട് MK പ്രദേശിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കാണ് നമ്മൾ വീഡിയോ നിർത്തുകയാണ്.